ഇപ്പോൾ ഓണമല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറുകറികൾ ഇത്തിരി എണ്ണ ഇപ്പോൾ കൂടും. അപ്പോൾ ഞാൻ രാവിലെ ഒരു ഉള്ളിത്തീയൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് ഒരു ഇഞ്ചി തീയലും ഒരു പുളി ഇഞ്ചിയും ഒക്കെയുള്ള ഇഞ്ചിയാണിത്. ഇത്രയ്ക്ക് ഇഞ്ചി മുരി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞ്. ഇത് ഇഞ്ചി കറിക്ക് നമ്മൾ ഇങ്ങനെ നൈസായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് അതിനെ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക. വറുത്തിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ച് എടുക്കുക. അപ്പോൾ നന്നായിട്ട് ചുമക്ക വറക്കണം, എന്നിട്ട് വേണം പൊടിച്ച് എടുക്കാൻ. പൊടി പോലെ പൊടിഞ്ഞാൽ മതി. കനം കൂടിയ മുറുകി കിട്ടില്ല, ശരിക്കും ചുമന്ന് എടുക്കണം. പണ്ടൊക്കെ എന്ന് പറയുന്നത് കത്തി കൊണ്ട് ഒക്കെ കുരുന്നനെ അരിഞ്ഞിട്ട് വറുത്തെടുക്കുക ചെയ്യുക. അന്ന് മിക്സി ഒന്നും ഇല്ലല്ലോ. നമ്മളിപ്പോൾ പകുതി വീതം എടുക്കണം. 2 കറിക്കാണ്. ഒന്ന് ഇഞ്ചി തീയലിനും പിന്നെ പുളിയിഞ്ചിക്കും കൂടിയിട്ട്. അപ്പോൾ 2 ഇതായിട്ടാണ് എടുക്കണം. അതങ്ങനെ അരിഞ്ഞെടുക്കുക. നമ്മൾ ഇഞ്ചി തീയലിനുള്ളത് ഇങ്ങനെ വട്ടം നുറുക്കി വെച്ചു. ഇനി അത് എണ്ണയിൽ വറുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇത് പുളിയിഞ്ചിക്കാണ്. പുളിയിഞ്ചിക്ക് ഇത്രയ്ക്ക് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇതാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. കുഞ്ഞിതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. നമുക്ക് ഇതൊന്ന് വെളിച്ചെണ്ണയിൽ വാട്ടേ വേണ്ടു. പച്ചയ്ക്കും ഇടും, പച്ചമുളകും ഒക്കെയും കൂടി പച്ചക്കിട്ട് ഇടണവരും ഉണ്ട്. അപ്പോൾ ഇഞ്ചിയുടെ വല്ലാത്ത പച്ചച്ചോവ വരും. ഒരു ഇഞ്ചിക്കറിക്കാണ് ഇഞ്ചി തീയലിന് ഈ ഇത്തിരി പുളി മതി. ഇഞ്ചി തീയലിനുള്ള പുളിയാണത്. ഇത് ഞാൻ പുളിയിഞ്ചിക്കായിട്ട് ഇട്ടാണ്. പുളിയിഞ്ചിക്ക് പുളി കൂടുതൽ വേണം, ഇഞ്ചി കുറവ് മതി. അതിനുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കാം. എടുത്തിട്ടുണ്ട്. പുളിയിഞ്ചിക്ക് 1/2 കിലോ പുളി പകുതി ഇതുണ്ട്, പകുതി എലിയെടുത്തിട്ടുണ്ട്. പുളിയിഞ്ചിക്കുള്ള പുളി പിഴിഞ്ഞ് ഇതാക്കി ചട്ടിയിൽ എടുത്തു. അപ്പോൾ അതിനി അടപ്പത്ത് വെച്ച് നന്നായിട്ട് വെന്ത് കുറുകണം. ഇതിപ്പോൾ ഇത്രയ്ക്ക് ഇത്ര പെരുത്ത് എന്നുള്ള ഇതൊന്നും തോന്നണ്ട. ഇത് വെള്ളം കുറേ വറ്റും. ശരിക്ക് പുളി വെന്ത് കുറുകിയെങ്കിലാണ് അതിൻ്റെ ഒരു പച്ചക്കുത്ത് പുളിയുടെ ഒരു ഇതൊക്കെ പൂവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്ക് വെള്ളത്തിൽ ഇതാക്കിയേക്കണത്. അത് കൂടുതലായി എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. ഇതിലെടുത്ത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. പുളിയിഞ്ചി നന്നായിട്ട് ഇതാക്കിയപ്പോൾ വെള്ളം വലിച്ച് അതിൻ്റെ ചേരുവകളൊക്കെ ചേർത്ത് ഇതാക്കി വെക്കുമ്പോൾ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ പകുതി ആയാലും കുഴപ്പമില്ല. അതിപ്പോൾ ഇത്തിരിയൊക്കെ വേണ്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പുളി എടുത്താൽ മതി. പുളി നമ്മൾ വേവാൻ വെച്ചു. ഞാൻ അവിടെ കിടന്ന് വെന്ത് ഒന്ന് കുറുകട്ടെ. അത് മൺചട്ടിയിൽ വെച്ചെന്ന് വെച്ചാൽ ചിലരൊക്കെ ഈ ഉരുളിയിലും നോൺ സ്റ്റിക്കിൻ്റെ അതിലൊക്കെ വയ്ക്കും. പക്ഷെ അതിനേലും നല്ലത് നമ്മൾ ഇതൊക്കെ വയ്ക്കുമ്പോൾ മൺചട്ടിയിൽ വെക്കുകയാണ് നല്ലത്. ഇത് മറ്റുള്ള സാധനങ്ങൾ വറുത്തിടുമ്പോൾ നമുക്ക് വേറെ എന്തില്ലെങ്കിലും ആക്കാം. ചിലപ്പോൾ ഉരുളിയിലൊക്കെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പുളിയല്ലേ, ഇപ്പോൾ കറ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഞാൻ ചട്ടിക്കലത്തിലാണ് വയ്ക്കുക. ശരിക്കും ഇങ്ങനെയുള്ളതൊക്കെ ചട്ടിക്കലങ്ങളിൽ വയ്ക്കാനാണ് എനിക്കിഷ്ടം. ഇതിൽ പുളിയിഞ്ചിയിലേക്ക് നമുക്ക് കുറച്ച് കാന്താരിമുളക് അരിഞ്ഞ് എണ്ണയിൽ വട്ടി ഇടാം. കാന്താരിമുളക് പറമ്പിലുണ്ട്. മറ്റേ നാടൻ ഇവിടെ കിഴക്കൻ പച്ചമുളക് അതായാലും ഇടാം. പക്ഷേ ഞാൻ കാന്താരി ഉണ്ട് വേണ്ടത്. അപ്പോൾ അതങ്ങ് കീറുന്നോട്ടെന്ന് വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിടുകയാണ്. ഇത് ആവശ്യാനുസരണം എരിവ് ഇതനുസരിച്ച് ഇട്ടാൽ മതി. ഇപ്പം ഞാൻ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ നാടൻ കാന്താരിയാണ്. ഇഞ്ചി തീയലിനുള്ള ഇഞ്ചി വറുത്തെടുക്കാം. അതിന് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി ഇട്ട് ശരിക്കും വറുത്തിട്ട് ഇത് ഇഞ്ചി തീയലിലേക്കുള്ള കേട്ടോ. അപ്പോൾ പുളിയിഞ്ചിയും ഇഞ്ചി തീയലും ഞാൻ ഒരുമിച്ച് തയ്യാറാക്കുകയാണ്. എന്നുവെച്ചാൽ ഓണത്തിന് തിരക്കുണ്ടല്ലോ നമുക്ക്. അപ്പോൾ അത് പിന്നേക്ക് ആക്കാൻ ഉള്ള സമയമില്ല. അപ്പോൾ ഒരു ഭാഗത്ത് പുളിയിഞ്ചിക്കുള്ള പുളി കിടന്ന് വേവുണ്ട്. അപ്പോൾ അതിനോടൊപ്പം ഇഞ്ചി തീയലിനുള്ള ഇഞ്ചി വറുത്തെടുക്കാം. അപ്പോൾ
എന്നിട്ട് ഇതിൽ പുളി ഇഞ്ചിക്കുള്ള ഇഞ്ചി ഒന്ന് വാട്ടിയെടുക്കും. ഇഞ്ചിയും കാന്താരി മുളക് അരിഞ്ഞ് വെച്ചതും കുറേ കായ. ഇഞ്ചി തീയലിനുള്ള ഇഞ്ചി വറുത്തത് ഈ കളറ് ഇതായിട്ട് ഒരു ഇത് ഞാൻ കോരി എടുക്കുകയാണ്. ഇത് പുളി ഇഞ്ചിക്കുള്ള ഇഞ്ചിയാണ് കേട്ടോ. കൊത്തി അരിഞ്ഞ് ഇതാക്കി എടുത്തത്. അതൊന്ന് വാടിയാൽ മതി. നമുക്ക് വാടിയിട്ടൊന്ന് ആ പച്ചക്കുത്തൊന്ന് മാറിയിട്ട് പുളിയിലേക്ക് ഇടാം. ഇത് ആ കാന്താരി മുളക് അതിലേക്ക് ഇടാൻ കേട്ടോ. ഇനി അത് അതിലേക്ക് പോയി ഓപ്പാക്കണ്ട കേട്ടോ. നമുക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഇഞ്ചിയുടെ ഇത്രയ്ക്ക് ഇതേപോലെ ആയി. അത് പുളിയിലേക്ക് ഇടുകയാണ്. ഇനി നമുക്കതിലേക്ക് ഉപ്പിടാം. ഉപ്പ് നോക്കിയൊക്കെ നമുക്ക് ഇടാം. പാകം നോക്കിയിട്ട് ഇപ്പോൾ കുറച്ച് ഉപ്പിട്ടു. കുറച്ച് കറിവേപ്പില ഊരിയിട്ടു. മുളക് പൊടി. ഇഞ്ചിക്ക് ഒരു എരിവുണ്ടല്ലോ, അതിൽ കൂടെ ഇപ്പോൾ കാന്താരി മുളക് ഇട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് ഇപ്പോൾ. പിന്നെ നമുക്ക് നോക്കിയിട്ട് എരിവ് പോരാൻ തോന്നിയാൽ കടുക് താഴ്ത്തില്ലോ. അപ്പോൾ അതിലേക്ക് ഇത്തിരി മുപ്പിച്ച് ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇനി അതും കൂടി കുറുകി വരുമ്പോൾ നമുക്ക് ഇഞ്ചി തീയലിനുള്ള ചേരുവകൾ ശരിയാക്കാം. അത് കടുക് പൊട്ടിക്കാനായിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്കിതിലേക്ക് കടുക് ഇടാം. കടുക് ഇട്ടോ. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി കഴുകി വറ്റൽ മുളക് ഇടാം. കുറച്ച് കറിവേപ്പില. കറിവേപ്പില ഇട്ടു. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി. ഇഞ്ചിയാണ്, അപ്പോൾ അതുകൊണ്ട് എരിവ്, ഇഞ്ചിക്ക് എരിവുണ്ടല്ലോ. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടു. ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ മഞ്ഞൾപ്പൊടി എന്നിട്ടൊന്ന് മൂക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് നാളികേരം അരിഞ്ഞ് വറുത്ത് വെച്ചതാണ്. അത് ചെറുതായിട്ട് ഈ പരുവത്തിൽ ചെറിയ ഇതായിട്ട് അരിഞ്ഞിട്ട് വറുത്ത് വെച്ചാണ്. അത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇങ്ങനെയാണ് വറുത്തിട്ട് പൊടിച്ചെടുത്ത്, വെള്ളം തൊടാതെ നമ്മൾ പൊടിച്ചെടുത്തതാണ് ഇഞ്ചി. അതിനെടുത്തു പുളി അരിപ്പി
വേറെ ഇപ്പം വേണോ? ഇത് മതിയോ? അത് മതി. ഇതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കണം. പുളിയുടെ പൊടി പൊന്ത് ഇതൊക്കെയുണ്ട്. അപ്പോൾ അതങ്ങനെ അരിച്ച് കുറച്ച് പുളി നമുക്ക് ഞാൻ കാണിച്ചല്ല പുളി വെള്ളത്തിൽ ഇടുമ്പോൾ. പുളി പോരാന്ന് തോന്നിയാൽ നമുക്ക് ചേർക്കാം. നേരിട്ട് പാകത്തിന് വെള്ളം ചേർക്കുക. ഇതൊരു തൊടുകറി പോലെ ഇലയുടെ തുമ്പത്ത് ഓണക്കാലാവുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ കൂടുതൽ തൊടുകറികളൊക്കെ ഇതാക്കുക. നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി മുമ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ കറുത്ത് പോവും. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഓണല്ലായിരുന്നു. ഇനി അതൊന്ന് തുറക്കണം. ഉപ്പിട്ടിട്ടില്ല. അത് എനിക്ക് ഉപ്പ് കുറവാതിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായി നാളികേരം വറുത്തരച്ച് നമുക്ക് പണ്ടൊക്കെ അമ്മിയിലാണ് വെള്ളം തൊടാതെ ശരിക്കും വടിയ അരയ്ക്കണം. അരച്ചിട്ട് നമുക്കത് ശരിയാക്കാം. അപ്പോൾ നല്ല ഇതിനേലും ഒന്നുകൂടി ഇതാവും, ടേസ്റ്റ് ആവും. അപ്പോൾ അതെന്താ വെച്ചാൽ അതിൽ നാൾ വെച്ചേക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരു കുറച്ച് ദിവസം നമുക്ക് ഫ്രിഡ്ജിലായാലും 2-3 ദിവസമൊക്കെ പുറത്തും വയ്ക്കാം. ഫ്രിഡ്ജിലും ബാക്കി ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കാം. ഒരു വെല്ലത്തിൻ്റെ പകുതി ഒരു ശകലം ഇട്ടിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. പുളിയിഞ്ചിയിലേക്ക് 2 കഷ്ണം ശർക്കര ഞാൻ ഇട്ടു. ഇതേപോലത്തെ 2 വെല്ലം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ഇതായിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. ഉപ്പും പുളിയും മധുരവും എല്ലാം ഉണ്ട്. ഇഞ്ചിയുടെ ഒരു ഇത്തിരി മുന്നേക്ക് നിൽക്കും. അതോർത്ത് ഇതാവുണ്ടെന്ന് വെച്ചാൽ ഇഞ്ചി തീയലാണല്ലോ. അപ്പം അത് ഇഞ്ചിയുടെ ഒരു ഇതാണ് മുന്നേക്ക് നിൽക്കുക അല്പം. അപ്പോൾ എല്ലാവരും ഉണ്ട് ഇതിൽ. പിന്നെ ഇത് നമുക്ക് ഓഫാക്കാം. അത്രയ്ക്ക് കായം വറുത്ത് പൊടിച്ച് നമുക്ക് പുളിയിഞ്ചിയിലേക്ക് ചേർക്കണം. വെളിച്ചെണ്ണ ഒഴിക്കണ്ട, പൊളച്ച് കിട്ടും. പൊടിച്ച് ശരിക്കും മൊരിയണം. അപ്പോഴാ പൊടിഞ്ഞ് കിട്ടുള്ളൂ. പച്ചക്കായം ഇടുമ്പോൾ അത് സാമ്പാറിലേക്കൊക്കെയാണ് പച്ചക്കായ ഇടുക.
പുളി ഇഞ്ചിക്ക് നമ്മൾ വറുത്തിടാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുക. പുളിഞ്ചി ഇപ്പോൾ നന്നായിട്ട് കുറുകി ഇതായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു 2-3 മണി അത്രയ്ക്ക് മതി. ലേശ ഉലുവ കൂട്ടി ഇട്ടിട്ട് ഞാൻ കയ്പ് മുന്നേക്ക് നിൽക്കണ്ടെന്ന് വെച്ചിട്ടാണ്. പറയട്ടെ, ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇടാം. ഞാൻ എല്ലാ കറികൾക്ക് കടുക് കൂടുതലിടാം, അതാണ് ഇങ്ങനെ പൊട്ടിയിടണം കേട്ടോ. എനിക്ക് കടുക് ഭയങ്കര ഇഷ്ടമാണ്. അതിലേക്ക് വറ്റൽമുളക്, 4-5 എടുത്തിട്ടുണ്ട് ചെറുതൊക്കെയാണ്. മുളകിട്ട് ഇതിലേക്ക് നമുക്കൊരു അല്പം ഉഴുന്ന് പരിപ്പ് ഇടാം. ഒന്ന് ഇടയ്ക്കൊന്ന് കടിക്കാൻ. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ ഉഴുന്നൊന്ന് മൂക്കട്ടെ കേട്ടോ. കറിവേപ്പില ഇടാം. കറിവേപ്പില ഇടാം. കറിവേപ്പില എത്രത്തോളം ഏത് കറിയിലും കൂടുതലിട്ട് അത്ര നല്ലതാണ്. അതിൽ ഉണ്ടാകുന്നതൊക്കെ കേട് വരികയാണ് ഇപ്പോൾ. അപ്പം ഞാൻ കുറച്ച് ഇതായി വന്നപ്പോൾ അത് എടുത്തു കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഉഴുന്ന് മൂത്ത് നമ്മൾ ആ നാളേരം കഴിഞ്ഞിട്ട് ഇഞ്ചിത്തീയിലേക്കൊക്കെ ഇട്ടതിൻ്റെ ബാക്കി എരിവ് ഉണ്ട് അത്യാവശ്യം പുളിയിഞ്ചി. ഞാൻ മേമ്പൊടിക്കായിട്ട് ഒരല്പം മുളക് പൊടി, അപ്പം എന്ന് വെച്ചാൽ നല്ലൊരു ഭംഗി കിട്ടും. അങ്ങനെ ഒഴിക്കാം നമുക്ക് കറിയിലേക്ക്. തോന്നട്ടെ, നമുക്ക് വറുത്തത് പുളിയിഞ്ചിയിലേക്ക് ഒഴിക്കാം. ശരിക്കും കുറുകി. ഇനി ഇത് മൺചട്ടി ആയ കാരണം ഇതിരുന്ന് ഒന്നുകൂടി കുറുകും. അതിന് വേറെ ഇച്ചിരി മേമ്പൊടിയും കൂടി ഉണ്ട് നമുക്കിടാൻ. ഒരു നുള്ള് ഉലുവപ്പൊടി ഇട്ടു. നമ്മൾ കായം വറുത്ത് പിടിച്ചത് അപ്പം ഞാൻ എടുത്തത് അപ്പടി എടുത്തില്ല. ചിലപ്പോൾ കായത്തിൻ്റെ വല്ലാണ്ട് ഇത് വന്നിറങ്ങി ഇഷ്ടാവില്ല എല്ലാവർക്കും. അപ്പോൾ ഞാൻ കുറച്ചിട്ടുള്ളൂ. അതിന് പകുതി എടുത്തിട്ടുണ്ട്. എടുത്തത് ഞാൻ കാണിച്ചു തന്നല്ലോ. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. രണ്ടും കൂടി കിട്ടാൻ ഇഞ്ചി തീയലാണ്. ഇഞ്ചി തീയൽ ഇത് പുളിയിഞ്ചിയും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇത് ഇഞ്ചി ഇത്തിരി മുന്നേക്ക് നിൽക്കും, ഇഞ്ചി കൂടുതൽ വേണം ഇഞ്ചി തീയലിന്. ഇതിന് പുളി ഇഞ്ചി കുറവും പുളി കൂടുതലും വേണം. അപ്പോൾ അത് ഉപ്പും പുളിയും എരിവും മധുരവും എല്ലാം കൂടി നിൽക്കുന്ന ഒരു ഇതാണ് പുളിയിഞ്ചി. ഇതിനുണ്ട് ഇതൊക്കെ, പക്ഷെ എന്നാൽ ഇഞ്ചിയുടെ ഒരു ടേസ്റ്റാണ് കൂടുതലായിട്ട് നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ ഇത് നല്ലതാണ്. നമ്മൾ ഈ ഓണസദ്യയൊക്കെ ഉണ്ടിട്ട് വയറൊക്കെ ഒരു ഇതായിരിക്കുമ്പോൾ ഇഞ്ചി തീയൽ അല്പം ഇത് കൂട്ടണത് നല്ലതാണ്. നമ്മുടെ വയറിനൊക്കെ ഒരല്പം സുഖം കിട്ടും. അതേപോലെ തന്നെ പുളിയിഞ്ചി ഇത് ഒരു തൊടുകറി ഇലയുടെ തുമ്പിൽ വിളമ്പാം. അപ്പോൾ 3 തൊടുകറികൾ ഞാൻ റെഡിയാക്കിയിട്ട് ഓണത്തിനാണല്ലോ നമ്മളിതൊക്കെ ചെയ്യുള്ളൂ. ദിവസങ്ങളിലൊന്നും ഇതൊന്നും ശ്രമിക്കാൻ നോക്കില്ല. എൻ്റെ കുഞ്ഞുമോൻ കോവിഡ് ടേസ്റ്റ് നോക്കാനായിട്ട് നിൽക്കുകയാണ്. ടേസ്റ്റൊക്കെ ഉണ്ടോ? അച്ഛമ്മ എടുത്തുതരാം. താഴെ ഇടാതെ കിട്ടിയില്ല ഇത് കൈ കാണിച്ചു കൊടുക്ക്. ടേസ്റ്റ് നോക്കിയിട്ട് പറയണം കേട്ടോ. ഞാൻ കറി വയ്ക്കുമ്പോൾ ഇവരാണ് കാളൻ വെച്ചാലും സാമ്പാർ വയ്ക്കുമ്പോഴൊക്കെ ടേസ്റ്റ് നോക്കാൻ ഇവനാണ്, അവൻ്റെ അച്ഛനും അവനും കൂടിയിട്ടാണ് ഇതിൽ നോക്കി പറ ടേസ്റ്റ് പറയണത്. ടേസ്റ്റ് നോക്കുക. അപ്പം ഞാൻ മോനെ വിളിക്കുമ്പോൾ ടേസ്റ്റ് നോക്കടാ സാമ്പാർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവനും വരും, എനിക്കും നോക്കണം ടേസ്റ്റ് എന്ന്. അവിടെ നമുക്ക് നോക്കിയിട്ട് പറയും ടേസ്റ്റ് സൂപ്പർ ചെയ്യാ. ഞാനിപ്പം ഇഞ്ചി തീയലും കൂടി തരട്ടെ. അതും കൂടി നോക്കിയേ. ഇഞ്ചി തീയല് ഇത് 2ലും പുളി ചേർന്നാലും കുഴപ്പമില്ല, 2ഉം 1 സ്പൂൺ കൊണ്ട് എടുക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഈ കയ്യിൽ ഓക്കെ ടേസ്റ്റ് ഉണ്ടാ. ഇത് ടേസ്റ്റ് നോക്കി അവന് ഇഞ്ചിയുടെ ഒരു ഇത് വന്നപ്പോൾ അവനത് അത്രയ്ക്കങ്ങോട്ട് ഇതായില്ല, അവ കൊണ്ട് ഓടി. പുളിയിഞ്ചി അവന് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ കറികൾ ഇതാക്കുമ്പോൾ കാളനായാലും ഇത് സാമ്പാർ വയ്ക്കുമ്പോഴും മോനെ വിളിക്കും ഞാൻ, ടേസ്റ്റ് നോക്കടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ വരണൊപ്പം കുഞ്ഞുമോനും അതിരും വരും. അവനും വന്നിട്ട് അവനും കൈ ഇങ്ങനെ നിവർത്തി കാണിക്കും ടേസ്റ്റ്, എന്നിട്ട് പറയും സൂപ്പറാന്ന് പറയും. അപ്പോൾ അവർ രണ്ടാളുമാണ് കൂടുതലും ടേസ്റ്റ് നോക്കണത് ഞാൻ വയ്ക്കണ കറികൾ. ഇതിപ്പോൾ പുളിയിഞ്ചിയാണ്. ഞാൻ അല്പം ടേസ്റ്റൊക്കെ നോക്കിയാണ്, കുഴപ്പമില്ല, നല്ലതാണ്. ഇത് എല്ലാവരും ചെയ്തു നോക്കുക. ഓണമല്ലേ നാളെ, അപ്പോൾ ഇന്ന് തലേദിവസം ഇതൊക്കെ ശരിയാക്കി വയ്ക്കാം. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്ര നേരത്തെ ഇതാക്കി കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രമിച്ച് നോക്കുക. ഇഷ്ടമായെങ്കിൽ പറയുക. അപ്പോൾ ഇതിൻ്റെ ഇത് പറഞ്ഞൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു, എല്ലാ മക്കൾക്കും.